കാറ് കണ്ടില്ല പുറത്ത്? ലൈൻ ലേഡീസിന്റെ സെന്റ് ഓഫ്. അച്ഛൻ എങ്ങനെയുണ്ട്? മരിക്കാൻ കൂട്ടാക്കുന്നില്ല. ബാബു വന്നില്ലേ? അവനോട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. സ്റ്റുപ്പിഡ് ബോയ്. എന്തിനാ അവന്റെ വാശിക്ക് സമ്മതിച്ചത്? ആരാ അവിടെയുള്ളത്? ഇപ്പൊ അമ്മുക്കുട്ടി വന്നിട്ടുണ്ട്, അവള് നോക്കിക്കോളൂ. അമ്മുക്കുട്ടി? ഓ, യുവർ കസിൻ. എവിടെയോ ടീച്ചറല്ലേ? ആ, അടുത്ത് തന്നെ, ഒരു എലിമെന്ററി സ്കൂളിൽ. നാളെ ഫസ്റ്റ് തിങ് സെന്റ് ജോസഫിലെ മദറെ കണ്ട് അവന്റെ ബോർഡിങ്ങിലെ കാര്യം ഫിക്സ് ചെയ്യലാണ്. അവിടെ കുറച്ചു ദിവസം തെണ്ടി തിരിഞ്ഞാൽ ഇതിലും വഷളാവും സ്വഭാവം. അവൻ വരുന്നില്ല എന്ന് പറഞ്ഞ PC അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തു. എന്തിനാ കുട്ടികളെ പറയണത്? അവിടെ ഒരു ആപത്തും സംഭവിക്കില്ല. അവിടെ ചുറ്റിത്തിരിഞ്ഞാൽ കുട്ടികൾ വഷളാവുമെങ്കിൽ ഞാൻ പണ്ടേ ഒരു 6 വഷളനാ. മദറോട് നാളെ തന്നെ പറയണം. മറ്റന്നാൾ അവനെ വിളിച്ചോണ്ട് വരണം. അച്ഛനോട് ഞാൻ പോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ബാബുക്കുട്ടാ. ഹലോ, ഓർമ്മയുണ്ടോ? നമസ്കാരം. ഞാൻ ഓഫീസിൽ അന്വേഷിച്ചപ്പോ ഫാമിലിയെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ജയന്റെ അച്ഛനെങ്ങനുണ്ട്? അധികമില്ല, ഇരിക്കും. ഞങ്ങൾ വന്നിട്ട് 3 ദിവസമായി. ജയനോടെ? രാവിലെ അങ്ങോട്ട് തന്നെ പോയി. ചേട്ടാ, ഇവൻ ഒരുമാതിരി ഒളിച്ചുകളി നടത്തുന്ന പോലെ. ആ, സിന്ധുവും കുട്ടികളും വന്നിട്ടുണ്ട്. ഞാനൊരു 3 കത്ത് അയച്ചിട്ടും ഒരു മറുപടി പോലും. റാസ്കൽ. അവൻ വരട്ടെ. ഞാനും സിന്ധുവും തമ്മിൽ ഒരു സ്വകാര്യ പെറ്റുണ്ട്. ഞങ്ങൾക്ക് രണ്ടും കിരാതന്മാർ, തന്റെ പോലെ തന്നെ. അപ്പൊ നിങ്ങളുടെ മക്കളെ പറ്റിയാ പറ്റ്. ഒരാണും ഒരു പെണ്ണുമായ ഞാൻ ജയിച്ചു. പറയൂ, എന്റെ ഗസ് ശരിയല്ലേ? സിന്ധു എന്റെ വീട്ടിൽ 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴേക്കും വീട്ടുകാരുടെ ആറ്റിറ്റ്യൂഡ് ആകാൻ മാറിയില്ലേ? ഇമ്പാല ശങ്കരപിള്ള, ദാറ്റ്സ് മൈ ഫാദർ. പേരക്കുട്ടിയെ സ്വപ്നം കാണുന്നുവെന്ന കത്ത്. വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ സിന്ധുവിനെ നിലം തുടിക്കാനല്ലേ കൊണ്ട് നടക്കുന്നത്. ഞങ്ങളുടെ പിള്ളേര് ആദ്യമായിട്ടാ കേരളം കാണുന്നത്. മക്കളെവിടെ? ഓ, അത് പറഞ്ഞില്ല, എന്റെ കണക്കൂട്ടൽ. സാരമില്ല, ഞാൻ പറഞ്ഞില്ല കല്ലിൽ ഓടണ്ടെന്ന്. ഏയ്, ജൂനിയർ രാജൻ. അതെ. നിനക്കെന്നെ അറിയോ? അയ്യേ, മോശം. ഒന്ന് വീണതിന് ആരെങ്കിലും കരയോ? നിന്റെ അച്ഛനും അങ്കിളും കൂടെ പണ്ട് അടി കൂടിയിട്ടുണ്ട്, വീണിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീണാലേ ചുമ്മാ ചിരിക്കും. അനിൽ എന്നൊരു അങ്കിളിനെ പറ്റി നിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് പറ്റി 2 ചങ്ങാതിമാർ സ്ഥലത്തുണ്ട് അങ്കിളിന്റെ വീട്ടിൽ. ഗിഫ്റ്റൊക്കെ സിന്ധു വെച്ചിട്ടുണ്ട്. ഒറ്റയാ നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് വരണം. പണ്ട് പറഞ്ഞ ഗെറ്റ് ടുഗദർ അവിടെ സിന്ധു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 3ാമതൊരാൾ വരുന്നോന്ന് ഇപ്പൊ ഒരു സംശയം. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് യാത്ര വയ്യ. എന്ന് വരും? യു ഫിക്സ്? പറയാം. രാജാക്കും ഭാര്യയും വരുമ്പോ വന്ന വിവരം പറയാം. സോറി, ഞാനൊന്നും അറിഞ്ഞില്ല. എനിക്ക് മനസ്സിലാവുന്നു. ക്ഷമിക്കണം. അപ്പോൾ കുട്ടി? ബാബു വെറുതെ വെക്കേഷൻ കഴിയുന്നവരെ ഇവിടെ. അപ്പോൾ അമ്മക്കുട്ടി? ഞാൻ ഇവിടൊക്കെ തനിയെ. എപ്പോഴും ആലോചന തന്നെ. മൗഢ്യം. ഹാർഡ്വാർഡിലെ ഫെലോഷിപ്പ് കിട്ടിയിട്ട് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാത്ത ഒരാളേ ഉള്ളൂ. ആരാന്നറിയോ? കൺഗ്രാജുലേഷൻസ്. ഓ, ആർക്കോ വേണ്ടി നിർബന്ധിച്ച് പറയിപ്പിച്ച പോലെ. ഒരു എലിമെന്ററി സ്കൂൾ ടീച്ചർക്ക് എന്ത് ശമ്പളം കിട്ടും? അല്ല, ചോദിക്കാണ്. ഞാനൊന്ന് ആലോചിക്കായിരുന്നു. രാജന്റെ ഈ കസിൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അല്ലേ? വലിയ കഴിവൊന്നുമില്ലാതെ ശരിക്ക് പോറാണല്ലേ? കമ്പനിയിലെ ചെറിയ ജോലിക്കാർക്ക് എലിമെന്ററി സ്കൂൾ ടീച്ചേഴ്സിനേക്കാൾ ശമ്പളം കിട്ടില്ലേ? എനിക്കൊരു ഐഡിയ.
കേൾക്കണുണ്ടോ? ആ സ്ത്രീക്ക് ആരുമില്ലല്ലോ. അവരിവിടെ ജോലിക്ക് നിൽക്കട്ടെ, ഒരായെ പോലെ. ബാബുവിന് ബോർഡിങ്ങിൽ നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒരു നല്ല ആയ ഉണ്ടായാൽ മതിയല്ലോ. സർവന്റ് ആണെന്ന് പറയണ്ട. കാന്റീനിലെ പണിക്കാരുടെ പോസ്റ്റിലോ കമ്പനി അടിച്ചു വരുന്നവരുടെ പോസ്റ്റിലോ അവരുടെ പേരെഴുതി വിട്ടാ പോരെ. 10-600 ചില്ലാൻ ഉറുപ്പിക സ്ഥിരായി ശമ്പളം, പിന്നെ ബോണസ്. പാവം, അവർക്കും ഒരു ഗുണമാവട്ടെ. ബന്ധത്തിൽപ്പെട്ടതാണെന്ന് കമ്പനിയിൽ ആരോടും പറയണ്ട. അവർക്കും ഒരു ഹെൽപ്പായി. ഞാൻ പറയാം ആ സ്ത്രീയോട്, രാജന് മടിയാണെങ്കിൽ. അവളെ നീ കണ്ടിട്ടില്ലല്ലോ. ഓ, ഡോൺ ബി സില്ലി. അങ്ങനത്തെ പേടിയൊന്നും എനിക്കില്ല. മോന്റെ ആയിട്ട് രാജനൊരു അഫയർ. ആ മാതിരി ചീപ്പായിട്ട് ചിലർ ആലോചിക്കും. ചീപ്പ് ഫെലോസ്. നമ്മളങ്ങനെയല്ലല്ലോ. ഞാൻ അമേരിക്കയിൽ ചെന്നാൽ എത്ര ആണുങ്ങളുമായി മിക്സ് ചെയ്യും. അതൊക്കെ ഒരു അഫയർ ആവോ? അതേപോലല്ലേ ആലോചിക്കാനുള്ളൂ. അമ്മുക്കുട്ടി നിനക്ക് അറിയില്ലല്ലോ. കാണണ്ട, കാണാതെ തന്നെ ഞാൻ എഗ്രി. മിസ് ഇന്ത്യയോ മിസ് യൂണിവേഴ്സോ ഒന്നും അല്ലല്ലോ അമ്മുക്കുട്ടി. ആണോ? അല്ല, അത്ഭുത സുന്ദരിയല്ല. പക്ഷെ ഒരു തിരുത്ത്, നീ വിചാരിക്കും പോലെ ദരിദ്രയല്ല. അവളെ അറിയാത്തതുകൊണ്ടാണ് നീ ഈ മൾട്ടിപർപ്പസ് ജോലിയുടെ അവതാരം പറയുന്നത്. അവൾ പൂജിക്കേണ്ട സാധനമായിരിക്കും. എനിക്ക് കേൾക്കണ്ട. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിന്റെ സ്ഥിരം ക്ലീശേ, സ്ഥിരം ഫോർമുല, അതെടുത്തിട്ടുണ്ട്. അവളെ ഒന്ന് കാണുന്നത് നന്ന്, അത്രമാത്രം. കാണാം, വേണമെങ്കിൽ കാലി തൊട്ട് തൊഴുകയും ചെയ്യാം. വേണ്ട, പക്ഷെ മനസ്സിലൊന്ന് വണങ്ങണം. മനസ്സിലെങ്കിലും. എന്നെ മാസ്റ്റർ ബിരുദത്തിന് പഠിപ്പിച്ചത് ആ എലിമെന്ററി സ്കൂൾ ടീച്ചറാണ്. നീ ഇപ്പൊ സ്വീപ്പർ പണിക്ക് ആലോചിച്ച ആ ദരിദ്രയാണെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? മനസ്സിലെങ്കിലും വണങ്ങാതെ വയ്യ. 2-ാം തീയതി ഉച്ചയ്ക്ക് ലോഡ്ജിന്റെ വാതിക്കൽ പോസ്റ്റ്മാൻ. 375 ഉറുപ്പിക മണി ഓർഡർ. പിഴയ്ക്കാതെ എല്ലാ 2-ാം തീയതി. അങ്ങനെ 2 കൊല്ലം. എന്താ ഒന്നും പറയാത്തത്? ഞാൻ കണക്കുകൂട്ടുകയായിരുന്നു കടപ്പാടുകളൊക്കെ. ഹലോ, ആ കെട്ടടി, അച്ഛന് വീണ്ടും സീരിയസ് ആയി. ആ, രാജനും വന്നല്ലോ. ഇനി ആരും വരാനില്ല. ലക്ഷണം കണ്ടപ്പോ എല്ലാവരും വരികയാണ് നല്ലതെന്ന് തോന്നി. ടർപ്പന്റൈൻ തീർന്നിരിക്കുന്നു. നെറ്റിയിൽ തുണി നനച്ചിടാൻ യോടിക്കളോണം വേണം. നളിനി വന്നത് നന്നായി. ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ഇത് മനസ്സിലായി, പരിചയപ്പെടുത്തണ്ട. ശ്രീലതയും മാലതിയും വന്നിട്ടുണ്ട്. കാറ്റും കറുപ്പും ഒക്കെ കാണുന്നുണ്ട്. മഴയില്ലാതെ ഇങ്ങനെ നിന്ന് കിട്ടിയാ മതിയായിരുന്നു. ഇല്ലേ കുട്ടിയാരാണ്? രാത്രിക്ക് നോക്കിയാ മതി. ഭരണിയും കാർത്തികയും നക്ഷത്രം മോശമാണ്. അല്ല, നാളെ ഞായറാഴ്ച പീടി ഓർക്കൂ. സാധനങ്ങൾ വേണ്ടേ? ചന്ദനമുട്ടി, പട്ട്, കോടിവസ്ത്രം, ശേഷക്കാർക്കുള്ള തോർത്തും കൊണ്ട് ഇതെല്ലാം ഇന്ന് തന്നെ വാങ്ങിച്ചു വെക്കുന്നല്ലേ ചോട്ടാ നല്ലത്. അത് നമുക്ക് തുറപ്പിക്കാവുന്നേ. അത്യാവശ്യമാണ്. തുറക്കണമെന്ന് പറഞ്ഞാൽ തുറക്കും. ദേശക്കാരല്ലേ? ഇവിടെ ഇരുന്നിരുന്ന് ബോറടിച്ചു. ശരിയാ, വല്ല പുസ്തകം കിട്ടിയിരുന്ന വായിക്കായിരുന്നു. ആ, നീ ഇവിടെ ഇരുന്ന് വീശിക്കോ. നിങ്ങൾ ബാബുമോനും കുട്ടി അപ്പുറത്ത് പോയി കളിച്ചോളെ. വാ വാ മോനെ. ആഹാ, മുത്തച്ഛ, മുത്തച്ഛ. മോനെ വിളിക്കണ്ട, മുത്തച്ഛന് വയ്യ. മുത്തച്ഛ,
മുത്തച്ഛൻ ഞാൻ വെറുതെ പറഞ്ഞത്. മുത്തച്ഛൻ മരിക്കണ്ട, ഞാൻ ഇനി പറയില്ല. വാട്ട് ഈസ് സർപ്രൈസ്? ഇന്നലെ ഞാൻ വീട്ടിൽ വന്നിരുന്നു. ആരും പറഞ്ഞില്ല. താൻ നാട്ടിലെന്ന് വന്നു. പിന്നെ ബോംബെ എങ്ങനെ? താൻ അയച്ച കത്തുകളെ കുട്ടി. പക്ഷേ ഈ തിരക്കൊന്ന് കഴിയട്ടെ, നമുക്കൊന്ന് കൂടണം. വരൂ. ഇല്ല, സിന്ധുവും കുട്ടികളും വീട്ടിലുണ്ട്. അവൾ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഒരു പഴയ ആഘോഷം. പെണ്ണുങ്ങൾ ഒന്നും മറക്കില്ലല്ലോ. അവളത് ഓർമ്മിപ്പിക്കാതെ ദിവസങ്ങളില്ല. കുട്ടികൾ 2. ജീവിതം സുഖം. ഭാര്യ പഴയ അതേ സിന്ധു തന്നെ. ജീവിതത്തിലെ അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നും ബാധിച്ചിട്ടില്ല. അതാണ് ഒരു ഭാഗ്യം. ഒരു മാറ്റവും വരാത്ത പഴയ ഒരാളെ ഇവിടെ കണ്ടു. അമ്മുക്കുട്ടി. അനിൽ, പഴയ കണക്കുകൂട്ടലുകൾ പലതും തെറ്റിപ്പോയി. തെറ്റ് എന്ന ആളുകൾ പറഞ്ഞതൊക്കെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഒരു അപകടം സംഭവിച്ചില്ലല്ലോ. അതിന് ആരോടൊക്കെ നന്ദി പറയണം? മറ്റാരോട്? അവളോട് തന്നെ. എന്റെ സക്സസ് സിന്ധു. പക്ഷേ രാജൻ. ഒരുപാട് പറയാനുണ്ട്. പിന്നെ ഈ തിരക്കൊന്ന് കഴിയട്ടെ. ന്യായങ്ങൾ, ന്യായീകരണങ്ങൾ. മുകളിൽ അല്പ സ്ഥലമുണ്ട്. എന്തു വന്നാലും അവിടെ എത്തിപ്പെടണം. ആ പരക്കം പാച്ചിലിനിടയിൽ ആരൊക്കെ വീണു, ആർക്കൊക്കെ മുറിവേറ്റു, ആര് കരയുന്നു, എത്ര പേരെ ചവിട്ടിയടിച്ചു, അന്നും നോക്കാൻ സമയമില്ല. മോഡേൺ മാൻ, ദ മോഡേൺ മാൻ. ഇതിൽ കൂടുതൽ എന്തുണ്ട് പറയാൻ നിനക്ക്? ആ പോട്ടെ. കണ്ടില്ല എന്നൊരു കളവ് സിന്ധുവിനോട് പറയേണ്ടി വരും. അനിൽ, നിനക്കറിയില്ല. അറിയാം. അത് തന്നെ ഇപ്പൊ എന്റെ ദുഃഖം. അകത്ത് ഞാനിപ്പോ കരയുകയാണ്. അമ്മുക്കുട്ടി ഓർത്തല്ല, ദാരിദ്ര്യം പാവമല്ലെന്ന് പ്രസംഗിച്ചവൻ. എന്നും പലരോട് ഞാൻ അഹങ്കാരത്തോട് പറയാനുള്ള എന്റെ ലവബിൾ റാസ്കൽ, എന്റെ പ്രിയപ്പെട്ട തെമ്മാടി. ആ ചങ്ങാതി മരിച്ചുപോയല്ലോ എന്നോർത്ത് ഐ പിറ്റി യു. അനിൽ, ഇനി കാണുമ്പോ ഞാൻ എല്ലാം പറയാം. അപ്പോ ഞാൻ അനുഭവിച്ചതെല്ലാം നിനക്ക്. സ്റ്റോപ്പ് ഇറ്റ്. ഇനി തമ്മിൽ കാണണമെന്നില്ല. എനിക്ക് ആഗ്രഹമില്ല. ഗുഡ് ബൈ. രാജൻ പോകുന്നതിന് മുമ്പ് വീടിന്റെ പറമ്പിന്റെ കാര്യം ഒന്ന് വ്യവസ്ഥ ചെയ്യണം. ഞാൻ കല്ലും മരം ഇറക്കാനുള്ള ഓർഡർ കൊടുത്തിരിക്കുന്നു. പിന്നെ ഞാൻ വക്കീലിനോട് ചോദിച്ചു. 3-1 കുട്ടികൾക്കും കൂടി അവകാശമുണ്ട്. 8-3 വരും ഞങ്ങളുടെ ഓഹരി. 8-8 തരാം. ശല്യപ്പെടുത്താമെന്ന് പോകുന്നുണ്ടോ? മരിക്കാൻ കിടക്കുന്ന ആ മനുഷ്യൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുതൊന്നിന്റെ ഫലമാണ് താനിവിടെ. നളിനിക്ക് കഴിക്കാറായില്ലേ? അമ്മാവന് ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തു. ഉറങ്ങാണ്. എല്ലാവരുടെയും ഊണ് കഴിഞ്ഞാൽ എനിക്ക് അമ്മാവന്റെ അടുത്ത് ഇരിക്കാമായിരുന്നു. അമ്മക്കുട്ടിക്ക് ഒരു സാധനം തരാനുണ്ട് പോകുന്നതിന് മുൻപ്. ഇപ്പൊ തിരക്കല്ലേ? ഏട്ടത്തിയമ്മമാരുടെ വക എന്തെങ്കിലും കിട്ടുന്നത് എപ്പോഴും ഒരു ഐശ്വര്യമല്ലേ? സൗകര്യം പോലെ മതി. മുൻപ് കേട്ടിട്ടേ ഉള്ളൂ. കണ്ടാലേ അമ്മക്കുട്ടിയുടെ മഹത്വം അറിയുമെന്ന് രാജൻ പറഞ്ഞിരുന്നു. എന്ത് മഹത്വം? രാജേട്ടൻ എങ്ങനെയാണ്? എന്നും പരിഹസിച്ചിട്ടേ ഉള്ളൂ. ഒരു പഴയ കടം വീട്ടാനുണ്ടല്ലോ. എപ്പോഴായാലും വേണ്ടേ? കണക്ക് ശരിയല്ലെന്ന് നോക്കൂ. 375 വെച്ച് 24 മാസം. ഇതിൽ 9,000 ഉണ്ട്. എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഇനി എനിക്ക് എഴുതിയാൽ മതി. കണക്ക് നോക്കി കടം വീട്ടാനാണോ വന്നത്? എന്റെ കടം വീട്ടി തീർക്കാൻ നന്ദിക്ക് കഴിയുമോ? കഴിയില്ല. എത്ര കാശ് കൂടിയാലും കഴിയില്ല.
എന്റെ കടം മുഴുവൻ തന്നു തീർക്കാൻ പറ്റുമോ? ആണാ പോയി തീർത്തു മുഴുവൻ എന്നെ തീർക്കണം ഇപ്പോ ഇവിടെ വെച്ച്. കണക്ക് മുഴുവൻ ഞാൻ പറയട്ടെ. അമ്മുക്കുട്ടി, കടം വീട്ടാൻ വന്നിരിക്കുന്നു ഒരു കോടീശ്വരി. ഇവൾക്കൊണ്ട് ഞാൻ മാപ്പ് പറയുന്നു. ക്ഷമിക്കൂ. എന്താ അപ്പുറത്തൊരു ബഹളം? അമ്മുക്കുട്ടിയുടെ ശബ്ദം കേട്ടല്ലോ. വെറുതെ ഒന്നുമില്ല. ഭയങ്കര നാട്യല്ലേ ഈ കണ്ട കാലം. എന്നോടൊന്ന് ഉള്ളു തുറന്ന് ചിരിക്കാവട്ടെ, സംസാരിക്കാവട്ടെ. നീ കുട്ടികൾക്ക് കിടക്കാനുള്ള ഏർപ്പാട് എന്താന്ന് വെച്ചാൽ ചെയ്യൂ. ആണുങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞില്ല അമ്മൂട്ടിയെ? പാവമല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അവളുടെ സമ്പത്തിന് പരിധിയില്ല, അത് നിനക്കറിയില്ല. സമ്പത്ത് നീ വിചാരിക്കുന്നത് പോലെ പാസ്ബുക്കിലല്ല, ഇവിടെ. ഓ, എന്നാൽ അവനവന് ചേരുന്ന സെറ്റപ്പ്, ഇവിടുത്തെ ബാങ്ക് ബാലൻസ്. അങ്ങനെ അവളെ വിട്ട് എന്നെ എന്തിനു കഷ്ടപ്പെടുത്തി? മാറി നിർത്ത്. ആൻസർ മീ. അങ്ങില്ലാത്ത ജീവിതം വ്യർത്ഥമാണെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞോ, കെഞ്ചിയോ, കാല് പിടിച്ചോ? അന്ന് എന്റെ കെയർ ഓഫിൽ എല്ലാം വേണം. പാവം എന്റെ അച്ഛൻ അറിയില്ലല്ലോ. തനി ചെറ്റപാട്. നളിനി, ഞാൻ പെട്ടെന്ന് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി. ക്ഷമിക്കൂ, മാപ്പ് തരൂ, എന്നെ വെറുക്കരുത്. ഞാൻ വേഗം പുറപ്പെട്. എനിക്കിപ്പോ പോണം. അരുത്, ഞാൻ തെറ്റായി പറഞ്ഞെനിക്ക് കാല് പിടിക്കാം. അകത്തൊരാൾ മരിക്കാൻ കിടക്കുമ്പോ വഴക്കും ബഹളം. ആര് ചത്താലും വേണ്ടില്ല, ജീവിച്ചാലും വേണ്ടില്ല, ഞാൻ പോണം. അത് പുറത്തൊരു ചീത്തപ്പേരാവും. അരുത് നളിനി. പോകുന്നവര് പോട്ടെ, പോവാം, എവിടെ വേണേലും പോവാം. ഈ വീട് വിട്ട്, ഈ നാട് വിട്ട്. പക്ഷെ ഒരു കണ്ടീഷൻ, തിരിച്ചിങ്ങോട്ട് വരരുത്. ഐ ഡോണ്ട് വാണ്ട് യു. ഗെറ്റ് ഔട്ട്. അവനോട് നിൽക്കട്ടെ, പറഞ്ഞു കേട്ടില്ലേ? നിനക്കിറങ്ങി പോവാം, തനിച്ച്. രാജേട്ടാ, രാജേട്ടൻ തുടങ്ങിയ ഭ്രാന്ത് ഇവിടെ വരാൻ. നന്ദി. മിണ്ടരുത്, രണ്ടാളും മിണ്ടരുത്. നിങ്ങൾ രണ്ടുപേർക്ക് തമ്മിത്തല്ലാം, തലവെട്ടി പൊളിക്കാം. എനിക്കൊന്നുമില്ല, പക്ഷേ നീ മോനെ കഷ്ടപ്പെടുത്തരുത്. ഓ, അച്ഛന് വരം കൊടുത്ത മഹാദേവി മകനെ തീരെടുത്തു അല്ലേ? മുമ്പേ, വളരെ മുമ്പേ. എനിക്ക് നളിനി, എനിക്ക് പിറക്കാതെ പോയ മകനാണിത്. കടം വീട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ക്ഷോഭിച്ചു പോയി. കണക്ക് തീർക്കാൻ തുടങ്ങിയാൽ പലതും ഇവിടെ വെച്ച് പോകേണ്ടി വരും, പലതും. പക്ഷെ എനിക്കൊന്നും വേണ്ട. ഒരു വരെ ഇപ്പോൾ തിരിച്ചു തന്നാൽ എല്ലാ കടവും വീടി. അത് രാജേട്ടൻ തരണം. അമ്മുക്കുട്ടി, ദുഃഖം വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അത് എനിക്ക് തരണം. ഞാൻ ഏറ്റെടുത്തോളാം. മറ്റൊന്നും വേണ്ട, എനിക്കതൊരു ഭാരമാവില്ല. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാവുന്നു. അവളെ ആ പാവത്തിന് വഞ്ചിച്ചു അല്ലേ? ഇല്ല, അന്ന് അവളൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. അരുത് എന്നൊരു വാക്ക് പറഞ്ഞില്ല. അവൾ നിർബന്ധിച്ചു. നല്ലത് വരുമ്പോൾ തട്ടിക്കളരെന്ന് പറഞ്ഞു വാശി പിടിച്ചു, അപേക്ഷിച്ചു. എന്തിന്? എനിക്ക് സൗഭാഗ്യമുണ്ടാവും. അന്ന് അവൾ പറഞ്ഞ മഹാസൗഭാഗ്യം എന്താണെന്ന് അറിയില്ലേ? അറിയില്ല നിനക്ക്? നീ തന്നെ. ഞാൻ യാത്രയുടെ കാര്യം വീണ്ടും ആലോചിക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് അന്യനാട്ടിൽ
വേണ്ട, ഞാൻ പോണില്ലാന്ന് വെച്ചു. നളിനി പോണം. ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നില്ല. പോയിട്ട് വരണം. രണ്ടാളും രണ്ടു വഴിക്ക് പോയാലും പേടിക്കാനില്ല. ഭൂമി ഉരുണ്ടതാണ് എന്നല്ലേ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത്. എവിടെയെങ്കിലും കണ്ടുമുട്ടാതെ വയ്യല്ലോ. പക്ഷേ ബാബു ബോർഡിങ്ങില് ഞാൻ സമ്മതിപ്പിച്ചോളാം. രാജേട്ടൻ എന്താ മുന്നിയെ ഇരിക്കണേ? നളിനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷമില്ലെന്ന് ആര് പറഞ്ഞു? അങ്ങനെ ഒറ്റയ്ക്ക് രാജേട്ടന് വല്ല ക്ഷണവും വന്നാ വേണ്ടെന്ന് വെക്കൂ. സത്യമായിട്ട് പറയണം. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേന്നാണെങ്കിൽ കൂടി എന്ത് ചെയ്യും? എനിക്കറിയാം. ഓടും. ഓടില്ല, പറക്കും. ഞാൻ ആരെയും തടയുന്നില്ല. ആരും എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യണ്ട. നല്ലത്. രണ്ടാളും കൂടി എവിടേക്ക് വേണമെങ്കിലും പറഞ്ഞോളൂ. ബാബുവിന് ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. വല്ലാതെ പറഞ്ഞു ക്ഷീണിച്ച് ഇത്ര ഇരിക്കണം തോന്നിയാൽ അതിനല്ലേ നാട് ഞങ്ങളൊക്കെ. കുട്ടിയാനാണോ? കഴിഞ്ഞോ? ഞാൻ പോരി. ആ ഓടണ്ട. മാഷ് കണ്ണു തുറന്നു. നല്ല ആശ്വാസമുണ്ട്. ഓ, കഴിയാത്ത ഇങ്ങനെയാ ശാസ്ത്രമൊക്കെ പഠിക്കുന്നത്. എന്താ ഇതിനൊക്കെ ഇപ്പൊ പറയാ? എടോ, എത്ര പേരെ താൻ മരിപ്പിച്ചിട്ടുണ്ടാവും? അത് കുറച്ച് ജാസ്തി ഉണ്ടാവും. ആരും ദോഷം പറഞ്ഞില്ല ഇതുവരെ. തന്റെ സമയം വരുമ്പോ മരിപ്പിക്കാൻ ആരാ? ഞാൻ മരിക്കുമ്പോ കുട്ടിയാനാണ്. തിരക്കുള്ള നിങ്ങളെ കഷ്ടപ്പെടുത്താതെ മരിച്ചു പോണേ വേഗം ഞാൻ കുറെ പ്രാർത്ഥിച്ചു. ഈശ്വരൻ കേൾക്കണ്ടേ? അമ്മുക്കുട്ടി കഴിഞ്ഞു എന്ന് ഉറപ്പായാൽ അറിയിച്ചാ മതി. ഇനിയും വയ്യായ കാണുമ്പോ. അപ്പോ സൗകര്യമുള്ളവർ മാത്രം വന്നാൽ ഉപകാരം. അച്ഛൻ അങ്ങോട്ട് പോരാം എന്റെ കൂടെ. അതാ നല്ലത്. ആരാ അവിടെ? നീയും പോവല്ലേ? ഇവിടെ തന്നെ കടന്ന് മരിക്കണമെന്നാമോ? ഇത് വിറ്റ് കാശാക്കി പങ്കുവെക്കണ കാര്യം ഇപ്പൊ ആരും ആലോചിക്കണ്ട. എന്റെയും മരിച്ചു പോയവരുടെ നെഞ്ചത്ത് കണ്ടൊരു കൊത്തും കളിയും നടത്താൻ പറ്റില്ല. അയ്യ, ആര് അടക്കി മരിച്ചോ നോക്കാൻ ഇങ്ങോട്ട് ഓടി വരണ്ട. എല്ലാവർക്കും തിരക്കല്ലേ. ഞാൻ മരിക്കണത് വരെ എന്നെ നോക്കാൻ നീ ഉണ്ടാവണം. നിനക്കും വയ്യാച്ചാ പറഞ്ഞോ, ചാവുന്നത് വരെ കുറച്ച് വെള്ളം തരാൻ നിനക്ക് ഇത്തിരി സമയം ഉണ്ടാവോ? ഞാനുണ്ടാകും. സംസാരിച്ചു വെറുതെ ക്ഷീണിക്കണ്ട. ഞാനുണ്ടാകും. ബാവക്കുട്ടൻ പറഞ്ഞ പോലൊക്കെ ചെയ്യില്ലേ? അമ്മ ചെറിയമ്മ. അല്ല, അമ്മ എന്തിനാ കരയണേ? കണ്ണിൽ എന്തോ കരട് പോയി.
പോയി വരൂ.